Hi all. This we will discuss theorem 3. Let eta be the one form on R2 minus 0 defined by eta is equal to minus x2 divided by x1 square plus x2 square dx1 plus x1 divided by root of x1 square plus x2 square dx2. ഈ ഈറ്റ എന്ന് പറയുന്ന വൺ ഫോമിനെ പറ്റി നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു R2 മൈനസ് 0 എന്ന് പറയുന്ന ഡൊമൈനിൽ ഇത് ഒരു പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ അല്ലെന്നും ഇൻ്റഗ്രൽ ഓവർ ഇനി ക്ലോസ്ഡ് പാരാമീറ്ററൈസ്ഡ് സ്മൂത്ത് കർവ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ വാല്യൂ 0 ആവണമെന്ന് നിർബന്ധമില്ലെന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച അതേ വൺ ഫോം തന്നെയാണിത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് നമ്മളൊരു എലിപ്സ് എടുത്തായിരുന്നു. ഇവിടെ നമ്മളൊരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് പാരാമീറ്ററൈസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ ഏത് അത്തരത്തിലുള്ള കർവിനും ഈ ഇൻ്റഗ്രൽ വാല്യൂ 2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ ഇതിനൊരു കഴിഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് ഒരു എലിപ്സ് ആയിട്ട് ചൂസ് ചെയ്താൽ അതിൻ്റെ വാല്യൂ 2π ആയിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ എക്സാമ്പിൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. Phi is a function from AB, closed interval AB to R, real valued function. This is defined by phi of t. For any value t belongs to AB, we define phi of t is equal to phi of A plus integral over alpha t. We will define this alpha t eta. So this is the value of this phi of t. ഇവിടെ നമ്മൾ phi of a ഡിഫൈൻ ചെയ്തിരിക്കുന്നത് that is the argument of alpha of a ആണ്. alpha of a എന്നോ അല്ലെങ്കിൽ argument of alpha of a divided by norm alpha of a എന്ന് എഴുതാം. രണ്ടും സെയിം ആയിരിക്കും, രണ്ടിനെയും ആർഗ്യുമെൻറ്റ് സെയിം ആയിരിക്കും. ആ ആർഗ്യുമെൻറ്റിനാണ് ഇവിടെ നമ്മൾ phi of a ആയിട്ട്, ഈ ക്വാണ്ടിറ്റീനാണ് നമ്മൾ phi of a ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ആൽഫ ടി എന്ന് പറയുന്നത് ആൽഫ എ തുടങ്ങി, അതായത് എ തുടങ്ങി ടി വരെയുള്ള ഇൻ്റർവെല്ലിൽ കർവിൻ്റെ പോർഷൻ എന്താണോ അതായത് ഈ പറയുന്ന ആൽഫ ടി എന്ന് എഴുതിയിരിക്കുന്നത്. വെച്ചാൽ ആൽഫ ഓഫ് എ തുടങ്ങി ഇത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കർവ് ആൽഫ ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കർവ് ആൽഫ ടി എന്ന് പറയുന്നത് ഈ പോർഷനാണ്. അപ്പോൾ അതാണ് ആൽഫ ടി എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഫ്രം ആൽഫ ഓഫ് എ ടു ആൽഫ ഓഫ് ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇതിനെ ഈറ്റാനെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ദിസ് ഇൻ്റഗ്രൽ ആൽഫ ടി ഈറ്റ. നമുക്കറിയാം ഇൻ്റഗ്രൽ ആൽഫ ടി ഈറ്റ ഇവാലുവേറ്റ് ചെയ്യുന്നത് ദിസ് ഇസ് ഫൈ ഓഫ് എ പ്ലസ് ഹൗ ടു ഇവാലുവേറ്റ് ദിസ് ഇസ് ദ ഇൻ്റഗ്രൽ ഓഫ് എ ടു ടി ഈറ്റ ഓഫ് ആൽഫ ഡോട്ട് ടി ഡി ടി. ഇതാണ് ഈ പറയുന്ന ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആൽഫ ഡോട്ട്, ഓക്കെ, ആൽഫ ടി ഡോട്ട് എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് ഇസ് ദ ഡി ബൈ ഡി ടി ഓഫ് ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആൽഫ ദിസ് ഈറ്റ് ഓഫ് ആൽഫ ഡോട്ട് ടി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്ന പോലെ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റീൻ്റെ ഈ പറഞ്ഞ ഇൻ്റഗ്രലിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈറ്റ് ഓഫ് ആൽഫ ഡോട്ട് ടി തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫൈ ഓഫ് എ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ആൽഫ ടി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് വി ക്യാൻ ഡിഫൈൻ എ ന്യൂ ഫംഗ്ഷൻ ഫൈ ഓഫ് ടി. സോ ഹൗ വി റെപ്രസെൻറ്റ് ദിസ് ഫൈ ഓഫ് എ ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ്, ഓക്കെ, ആർഗ്യുമെൻറ്റ് ഓഫ് ഫൈ ആൽഫ ഓഫ് എ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇഫ് യു റൈറ്റ് ആൽഫ ഓഫ് എ ഡിവൈഡഡ് ബൈ നോം ആൽഫ ഓഫ് എ ആസ് സം കോസ് തീറ്റ ടൈംസ് കോസ് തീറ്റ കോമ സൈൻ തീറ്റ, then that argument will be this one. So this can be represented as cos phi of a and this is sin phi of a. Actually this is the definition of this phi of a. Phi of a is the argument of this quantity. Okay, this is the way we define this phi of a. And one more thing we need to define, that is the curve alpha t. Alpha t is nothing but the restriction of, okay, so this is the restriction of the given parameterized curve alpha to the interval
to the interval a comma t. A തുടങ്ങി ടി വരെയുള്ള ആൽഫയുടെ ആൽഫ എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് കർവിൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് ആണ് നമുക്ക് ഈ പറയുന്ന ആൽഫ ടി എന്ന് വിളിക്കുന്നത്. So using these two quantity we define this one. Okay, so actually this is the definition of this phi of t. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ phi of a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആൽഫ ഓഫ് എ ഡിവൈഡഡ് ബൈ നോം ആൽഫ ഓഫ് എയുടെ ആർഗ്യുമെൻ്റ് ആണെങ്കിൽ we will prove that later on we will prove that this phi of t by norm phi of t, sorry, alpha of t divided by norm alpha of t, അത് എ എന്ന് പറയുന്ന ടിക്ക് പകരം എ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇക്വേഷൻ 1 പറഞ്ഞിരിക്കുന്നത് ആൽഫ ഓഫ് എ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് നോം ആൽഫ ഓഫ് എയുടെ ആർഗ്യുമെൻ്റ് ആണ് phi of a. We will prove that later we will prove that the argument, this phi of t is nothing but the argument of this quantity. Okay, so later on we will prove that cos phi of t sin phi of t is nothing but this alpha of t divided by norm alpha of t. എന്ന് വെച്ചാൽ ഈ കർവിൽ ഏത് പോയിന്റ് എടുത്ത് നിങ്ങൾ ആർഗ്യുമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറയുന്ന phi of t ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ t ബിലോങ്സ് ടു എ ബി. എ ബിയിലുള്ള എല്ലാ ടിക്കും ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്ക് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് phi of a എന്ന് പറയുന്നത്. ഇനി എല്ലാ ടിക്കും ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എല്ലാ ടിക്കും ഇത് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സെറ്റാണ്. ഫസ്റ്റ് യു കൺസിഡർ സെറ്റ് ഓഫ് ഓൾ ടൗ ബിലോങ്സ് ടു എ ബി സച്ച് ദാറ്റ്, ഓക്കെ, സച്ച് ദാറ്റ് this holds for all, that means if we consider all tau such that alpha of tau divided by norm alpha of tau is equal to cos phi of tau comma sin phi of tau. എന്നുവെച്ചാൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ടീകളും കളക്ട് ചെയ്യുക. ടീകൾ നമ്മൾ ടൗ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ ടൗ സച്ച് ദാറ്റ് ദിസ് ആൽഫ ടൗ ഡിവൈഡഡ് ബൈ നോം ആൽഫ ടൗ ഈക്വൽ ടു cos phi of tau comma sin phi of tau. സോ ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ടൗകളും നമ്മൾ എ ബിന്ന് കളക്ട് ചെയ്യുക. അപ്പോൾ ഒബ്വിയസ്ലി ദിസ് സെറ്റ് ഈസ് നോട്ട് എം ടി. ഇതൊരിക്കലും എം ടി സെറ്റ് ആവാൻ പറ്റില്ല. കാരണം എന്താണെങ്കിൽ ദിസ് സെറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റ് ഉറപ്പായിട്ട് ഇതിലുണ്ടാകും. കാരണം നമ്മൾ phi of a ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സെറ്റ് ഒരിക്കലും എം ടി സെറ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരാവുന്ന എല്ലാ പോസിബിൾ ടൗസും നമ്മൾ കളക്ട് ചെയ്യാം. ടെക്സ്റ്റിൽ വിളിച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഡിനോട്ടഡ് സ്റ്റാർ. ദെൻ ദിസ് സെറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ ടൗ ബിലോങ്സ് ടു എ ബി സച്ച് ദാറ്റ് സ്റ്റാർ ഹോൾസ് വെച്ചാൽ ഈ പറഞ്ഞ ആൽഫ ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് ടി ഈക്വൽ ടു കോസ് phi of t കോമ സൈൻ phi of t സാറ്റിസ്ഫൈ ചെയ്യുന്ന ടീകളുടെ കളക്ഷൻ. അത്തരം ടീകൾ ഏതൊക്കെയാണോ ആ ടീകളെ പറ്റിയാണ് നമ്മൾ ആ ടീകളുടെ കളക്ഷനെയാണ് നമ്മൾ ഈ സെറ്റിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി ഇത് സെറ്റ് ഇസ് നോൺ എം ടി. അപ്പോൾ എല്ലാ നോൺ എം ടി സെറ്റിനും ഇത് ബൗണ്ടഡ് ആണ്. ഉറപ്പായിട്ടും എ ബിയിലെ മെമ്പേഴ്സ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ബൗണ്ടഡ് നോൺ എം ടി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു upper bound ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് വി ഡിഫൈൻ ടി നോട്ട്. ടി നോട്ട് ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഫോർ ദിസ് സെറ്റ്. ഓക്കെ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം, ദിസ് ഇസ് ട്രൂ ഫോർ all t. Okay, so this is, we can rewrite this set as, right here, t. Okay, we write this is true for all t up to tau. Okay, so we consider all taus for which this statement is true. Statement is true for a less than or equal to t less than or equal to tau. അതായത് ഈ സെറ്റിൽ വരുന്നത് ടൗ എന്ന് പറയുന്ന നമ്പർ വരെ, എ ബിയിലെ ടൗ എന്ന് പറയുന്ന നമ്പർ വരെയുള്ള എല്ലാ ടീകൾക്കും ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ ആ ടൗ ഈ സെറ്റിൽ എഴുതും. അപ്പോൾ ഉറപ്പായിട്ടും എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്വാണ്ടിറ്റി എടുത്താൽ ആ സിംഗിൾ ക്വാണ്ടിറ്റി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ
ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ ഒരു പോയിന്റേ ഉണ്ടാവുള്ളൂ. അത് ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ചത് ട്രൂ ആണ്. അതുകൊണ്ട് എ ഉറപ്പായിട്ടും ഈ സെറ്റിലുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റുകളുടെ ഇത്തരത്തിലുള്ള എലമെൻസുകളുടെ ഒരു ലീസ്റ്റ് അപ്പർ ബൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിച്ചിരിക്കുന്നത്? T0 ആയിട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു കണ്ടിന്യൂസ് മാപ്പാണ്. ഈ പറഞ്ഞ ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് സ്മൂത്ത് ഫംഗ്ഷനാണ്, നോം ആൽഫ ഓഫ് ടി സ്മൂത്ത് ആണ്. ഈ പറഞ്ഞ എല്ലാ ക്വാണ്ടിറ്റിയും റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻസ് എല്ലാം സ്മൂത്ത് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റാറിന് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ഓൾവേസ് ഒരു സ്മൂത്ത് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ടൗ വരെയുള്ള എല്ലാ ടീകൾക്കും ഇത് ഈക്വൽ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഉറപ്പായിട്ടും T0 വരെയുള്ള എല്ലാ T0 is the least upper bound for this. Okay, അപ്പോൾ T0 വരെയുള്ള എല്ലാ പോയിന്റുകൾക്കും ഇത് ട്രൂ ആണെങ്കിൽ T0നും ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആയിരിക്കും. അല്ലെങ്കിൽ ബൈ ദ കണ്ടിന്യൂറ്റി വി ക്യാൻ എക്സ്റ്റെൻഡ് this to the upper bound, least upper bound for this. Okay, so using continuity of this statement, okay, continuity of this statement, we can write continuity of star, we can call it a star. We write this is also true for T0, that is alpha of T0 divided by norm alpha of T0 equal to cos phi of T0 sin phi of T0. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റുകളുടെ സുപ്രീം എടുത്തു കഴിഞ്ഞാൽ T0 എന്ന് പറയുന്ന ഒരു സുപ്രീം എടുത്ത് ലീസ്റ്റ് അപ്പർ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലീസ്റ്റ് അപ്പർ ബോണ്ടിനും ഈ റിസൾട്ട് ട്രൂ ആയിരിക്കും. കാരണം ലീസ്റ്റ് അപ്പർ ബോണ്ട് വരെയുള്ള എല്ലാവർക്കും ട്രൂ ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബോണ്ടിനും ഇത് ട്രൂ ആയിരിക്കും, ബിക്കോസ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് മാപ്പ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഈ പറയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് T0 വരെയുള്ള എല്ലാ പോയിന്റിലും 0 ആണെങ്കിൽ T0ലും അത് 0 ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഫ്രം ദാറ്റ് യു ക്യാൻ റൈറ്റ് ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ എക്സാമ്പിൾ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. ഓക്കെ, നൗ വി ഡിഫൈൻ. അപ്പോൾ നമുക്കറിയാം ഒരു ആൽഫ ഓഫ് ഒരു T0 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഒരു T0 നമുക്ക് കണ്ടെടുത്താൻ പറ്റി. ആൽഫ T0 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ ഉണ്ടാവും. ആൽഫ T0 എന്ന് പറയുന്ന പോയിന്റ് വരെ നമുക്ക് എന്തുണ്ട്, ആ പോയിന്റിൽ അടക്കം നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആൽഫ T0 എന്ന് പറയുന്ന ആളുടെ ആർഗ്യുമെൻറ്റിനെ പറ്റി. ഓക്കെ, ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ആൽഫ T0 എന്ന് പറയുന്ന ഒരാളെ കൺസിഡർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ, ഇതിനെ ഈ പറഞ്ഞ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആക്കാൻ നമ്മൾ അവിടെ ഉപയോഗിച്ച അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വി ഡിഫൈൻ ദ യൂണിറ്റ് വെക്റ്റർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആൽഫ ഓഫ് T0 as V. Okay, we denote the unit vector V. We define V as the unit vector. If this is the alpha of T0, so this is actually a unit vector along the direction of alpha of T0. We consider, actually this is alpha of T0 divided by norm alpha of T0. We consider the negative of that. Okay, we consider the negative of that alpha of T0 divided by norm alpha of T0. That is the norm, that is the unit vector along the direction of alpha of T0 times -1. That is in the opposite direction. So this vector is actually called alpha of T0 minus of alpha of T0 divided by norm alpha of T0. ഈ പറയുന്ന ക്വാണ്ടിറ്റീനാണ് നമ്മൾ V ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആൽഫ ഓഫ് T0 ഡിവൈഡഡ് ബൈ നോം ആൽഫ ഓഫ് T0. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെങ്കിൽ, യൂസിങ് ദിസ് വി ക്യാൻ കൺസിഡർ എ റെസ്ട്രിക്ഷൻ ഓഫ് ദ ഡൊമൈൻ R2-0. ഈ R2-0 എന്ന് പറയുന്നത് R2-0ലാണ് നമ്മളുടെ ഈ പെർഫെക്റ്റ് വൺ ഫോം ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത് എക്സാക്ട് ഡിഫറൻഷ്യൽ അല്ലാതിരുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്തത് വി റെസ്ട്രിക്റ്റ് ദ ഡൊമൈൻ R2-0 ആസ് that domain as R2 minus set of all RV such that R belongs to R greater than 0. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെസ്ട്രിക്റ്റ് ചെയ്തത് R2-ൽ നിന്ന് 0 മാത്രമല്ല, R2-ൽ നിന്ന് ഒരു റേ മൊത്തത്തിൽ ഒഴിവാക്കുക. ആ റേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഏതാണ്, ഈ പറയുന്ന മൈനസ് ആൽഫ T0ൻ്റെ ഡയറക്ഷനിലുള്ള റേ ആണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ if we consider this domain,
Okay, in this domain, our differential one form eta is perfect differential, okay, or exact differential, right? Just exact differential. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വി എന്ന് പറയുന്ന റേ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ഈറ്റ എന്ന് പറയുന്നത് നമുക്കൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിട്ട് കാണാൻ പറ്റും. എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിട്ട് കാണാൻ പറ്റുന്നത് മാത്രമല്ല, എങ്ങനെയാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ആയത്? ഈറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ഡി തീറ്റ വി. ഓക്കെ, ഈ ഡി തീറ്റ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പെർഫെക്റ്റ് ഡിഫറൻഷ്യലായിട്ട് അല്ലെങ്കിൽ എക്സാക്ട് ഡിഫറൻഷ്യലായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റി? ഈറ്റനെ കാണാൻ പറ്റി കഴിഞ്ഞ എക്സാമ്പിളിൽ. അത് നമുക്ക് വേണ്ടിയിരുന്ന ഒരു കാര്യം മാത്രമാണ്, നമ്മൾ ഡൊമൈനിനെ റെസ്ട്രിക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നമുക്ക് റേ വേണം. ആ റേ നമ്മൾ ഒബ്സർവ് ചെയ്ത് എങ്ങനെയാണ്? ആൽഫ ഓഫ് ടി നോട്ട്. ടി നോട്ട് ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ടി നോട്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള റേ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ മൈനസ് ടി നോട്ടിനെ ഡയറക്ഷനിലുള്ള റേ ഏതാണോ അതിനെ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഈ റേ നമ്മൾ മൊത്തത്തിൽ നമ്മളുടെ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഡൊമൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി അല്ലെങ്കിൽ R2 ഒഴിവാക്കിയിട്ടുണ്ട്. R2 ഒഴിവാക്കിയിട്ടുള്ള ഈ റേ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി പോർഷനെയാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡൊമൈനിലെ ഈറ്റ എന്ന് പറയുന്നത് ഡി തീറ്റ വി എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ തീറ്റ ഓഫ് വി എന്താണ്, തീറ്റ വി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ ആർഗ്യുമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യണം. ആ ആർഗ്യുമെൻറ്റ് മെഷർ ചെയ്യുന്നത് ഈ നേരത്തെ ഒഴിവാക്കിയ റേ എവിടെ നിന്നാണോ അവിടെ തുടങ്ങിയുള്ള ആർഗ്യുമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുക. ആ ആർഗ്യുമെൻറ്റിനാണ് നമ്മൾ തീറ്റ വി. അല്ലെങ്കിൽ ഈ പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫോർ ഇഫ് യു ടേക്ക് എനി പോയിന്റ് ഇൻ ദിസ് ഡൊമൈൻ R2 minus this set and we consider this, if this is x comma y or x1 comma x2, we consider the argument of this. Okay, this argument is measured from this removed ray എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ റേ ഒഴിവാക്കിയ ആ റേ തുടങ്ങി നമ്മൾ ആർഗ്യുമെൻറ്റ് മെഷർ ചെയ്താൽ ആ ആർഗ്യുമെൻറ്റ് എന്താണോ അതാണ് ഇയാളുടെ ഇമേജ്. x1 x2ൻ്റെ ഇമേജ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ തീറ്റ വി ഓഫ് x1 x2 ഇസ് നത്തിങ് ബട്ട് ദ ആർഗ്യുമെൻറ്റ് ഓഫ് x1 x2. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞത് ദെൻ ഈറ്റ ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് d theta v. Theta v is the function what we have defined in the example. Okay, അപ്പോൾ അത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്താണ്? Then we have this theta v is nothing but cos theta v of alpha of t naught comma sin theta v of this alpha of t naught will be that quantity alpha t naught divided by norm alpha t naught. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ക്യാപിറ്റൽ തീറ്റ ഓഫ് ഡിഫൈൻ ചെയ്താൽ അത് ടി നോട്ട് എന്ന് പറയുന്ന ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡൊമൈനിൽ ഉള്ളതാണ് എന്ന് നമുക്ക് ഇവിടുന്ന് ഒബ്വിയസ്ലി മനസ്സിലാവും. കാരണം നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന ആൽഫ ഓഫ് ടി നോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റേ ആണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പോയിന്റ്സിനൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്രഷൻ എഴുതാൻ പറ്റില്ല. പക്ഷേ ഇത് ഒഴിവാക്കിയിട്ടുള്ള എല്ലാ പോയിന്റ്സിനും എഴുതാൻ പറ്റും. സോ ഇൻ പർട്ടിക്കുലർ വി ക്യാൻ റൈറ്റ് ദിസ് ആൽഫ ഓഫ് ടി നോട്ട് ആസ് കോസ് ഓഫ് തീറ്റ വി ഓഫ് ആൽഫ ടി നോട്ട് sin theta v of alpha t naught. But we already discussed that, or we have already seen that this alpha of t naught divided by norm alpha of t naught is nothing but cos phi of t naught comma sin phi of t naught. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ലീസ്റ്റ് അപ്പർ ബോണ്ടിനെ അതുവരെയുള്ള ലീസ്റ്റ് അപ്പർ ബോണ്ട് വരെയുള്ള എല്ലാ പോയിന്റ്സിനും ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, ഇതാണ് സ്റ്റാർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ടി നോട്ടിന് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരേ നമ്പറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ആക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു പർട്ടിക്കുലർ ഒരു x1 x2ൻ്റെ ആർഗ്യുമെൻ്റാണ്, ഇതും അതേ x1 x2ൻ്റെ ആർഗ്യുമെൻ്റാണ്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എല്ലായ്പ്പോഴും ഒരു 2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് this phi of t naught minus theta v of alpha of t naught. Okay, so this will be always, both are the argument of the same quantity, alpha of t naught divided by norm alpha of t naught. So this will be 2π m for some integer. ഇത് എപ്പോഴും ഒരു 2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും, some integer. Okay, integer m.
ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ നമ്മളുടെ ഇതിനെ ആക്ച്വലി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമ്പിൾ ക്യാപിറ്റൽ വി എന്നാണ് കേട്ടോ. ദിസ് ഇസ് ദ സെറ്റ് ക്യാപിറ്റൽ വി, അതായത് R2 നിന്ന് RA ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി വി കൺസിഡർ എ സ്മോൾ പോർഷൻ, ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യാം. ഏതാണ് ആ ചെറിയ പോർഷൻ? ആ ചെറിയ പോർഷൻ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോർഷൻ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോർഷൻ ഉറപ്പായിട്ടും നമ്മളുടെ ഡൊമെയിൻ വിയിലുണ്ടായിരിക്കണം. Okay, that is possible because we removed the negative of this alpha of t naught divided by norm alpha of t naught. So we removed only this ray, so we can easily consider a small portion of alpha of t naught which is fully contained in this domain V. Okay, so we need to choose a delta. Okay, so choose a delta greater than 0 so that alpha of t belongs to V. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത ഡൊമൈനിലെ ആൽഫ ഓഫ് ടിയുടെ കുറച്ച് പോർഷൻസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഫോർ ഓൾ t belongs to AB with mod t minus t naught less than delta. So അതായത് ടി നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും ടി നോട്ടിൻ്റെ റൈറ്റ് സൈഡിലേക്കും ടീസ് എടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ടീകളുടെ എല്ലാ ആൽഫ ഓഫ് ടി എവിടെ ഉണ്ടാവണം? നമ്മുടെ ഡൊമെയിൻ വിയിലുണ്ടാവണം. ഓക്കെ, ഡൊമെയിൻ വിയിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അവിടെ എല്ലാം ഈ കണ്ടീഷൻ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഇപ്പോൾ ഒരു ടി നോട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെൽറ്റ റേഡിയസ് ഉള്ള ഒരു ഇൻ്റർവെല്ലിൽ ടി നോട്ടിൽ കൺസിഡർ ചെയ്താൽ ആ പറയുന്ന ഇൻ്റർവെല്ലിൽ ഏത് ടി എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ആൽഫ ഓഫ് ടി. ഓക്കെ, ഫോർ എനി ടി കംസ് ഫ്രം ദിസ് ആൽഫ ഓഫ് ടി മസ്റ്റ് ബി ഇൻ വി. ഇത് നമുക്കറിയാം. ആൽഫ ഓഫ് ടി വിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? കോസ് തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി സൈൻ തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി വിൽ ബി ആൽഫ ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആൽഫ ഓഫ് ടി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ വിയിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന ടി നോട്ട് വരെ ഇതെല്ലാം സംഭവിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ടി നോട്ടിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു ടി അല്ലെങ്കിൽ ടി നോട്ടിൻ്റെ ഡെൽറ്റ റേഡിയസുള്ള ഒരു നൈബർഹുഡിൽ നിന്ന് നിങ്ങൾ ഏത് ടി എടുത്തു കഴിഞ്ഞാലും ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾവേസ് ലൈക്ക് ദിസ് ബിക്കോസ് ദിസ് ബിലോങ്സ് ടു ദിസ് ഈച്ച് ആൽഫ ഓഫ് ടി ബിലോങ്സ് ടു വി ഫോർ ഓൾ ടി സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ വി ഹാവ് ഫോർ ദിസ് ടി വി ഹാവ് ദിസ്. ഓക്കെ, ഈ പറഞ്ഞ LHS ഈക്വൽ ടു RHS എന്നുള്ള ഈ പോർഷൻ ഉറപ്പായിട്ടും എല്ലാ ടിക്കും ഹോൾഡ് ചെയ്യും. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വി ഫൈൻഡ് ഫർദർ ദാറ്റ് for t belongs to AB and mod t minus t naught less than delta എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇൻ്റർവെൽ എടുക്കുക. ആൻഡ് ഇഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു ടി ഐ എന്ന് വെച്ചാൽ ഏതെങ്കിലും പോയിൻറ്റ്സിൽ ഈ ആൽഫ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ അല്ലാത്തതുണ്ടെങ്കിൽ വി ക്യാൻ റിമൂവ് ദോസ് പോയിൻറ്റ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ മാത്രമാണ് ആൽഫ എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ ഡിഫറൻഷ്യബിലിറ്റി ഫെയിൽ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം സ്മൂത്ത് മാപ്പാണ്, പീസ് വൈസ് സ്മൂത്ത് ആണ്. സോ t is any point where this alpha is not smooth. Okay, alpha smooth allata edil pointing we can remove that from this interval. If we consider, so that will be an open set. Okay, ഈ പറയുന്ന t minus t naught less than delta എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ നിന്ന് അല്ലെങ്കിൽ നൈബർഹുഡിൽ നിന്ന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാലും ബാക്കിയുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഇഫ് യു കൺസിഡർ ദാറ്റ് ഓപ്പൺ സെറ്റ് ആൻഡ് കൺസിഡർ ദ ഡിഫറൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ, ഈ ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടി നോട്ട് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിലാണ്. യു കൺസിഡർ ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ ഫൈ ഓഫ് ടി മൈനസ് തീറ്റ വി ഓഫ് ആൽഫ ഓഫ് ടി. ഈ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇൻ ദിസ് ഇൻ്റർവൽ. ഈ ടി ഐകൾ ഒഴിവാക്കിയിട്ടുള്ള ഡിഫറൻഷ്യബിലിറ്റി ഫെയിൽ ആവുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഓപ്പൺ സെറ്റിൽ ഇഫ് യു കൺസിഡർ ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്. Okay, and what is the derivative of phi of t? The first thing that one. അപ്പോൾ ആ phi of t യുടെ ഡെറിവേറ്റീവ് എന്താണ്? അത് phi of t ഡെഫിനിഷൻ കിട്ടും. phi of t ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇത് phi of t is an integral like phi of a plus integral a to t eta of alpha dot t. Okay, alpha dot t എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആൽഫ ഓഫ് ടി വരെയുള്ള അല്ലെങ്കിൽ ഇവിടെ ടി വരെയുള്ള പോർഷൻ്റെ ഡെറിവേറ്റീവാണ്. ഓക്കെ, അപ്പോൾ അത് വരെയുള്ള ആളുടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ അത് എന്ത് തന്നെയാണ്? ദിസ് ഇസ് ഇൻഫാക്ട് ആൽഫ ഓഫ് ടി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആളുടെ ഡെറിവേറ്റീവ്, വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവ് ഇസ് നത്തിങ് ബട്ട് ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഈറ്റ ഓഫ് ആൽഫ ഡോട്ട്
t. Okay, so if we generalize that, then you can write this derivative phi of t is nothing but eta of alpha dot t. Alpha t is a restriction of alpha of t, so you can write alpha t as alpha of t. So this will be eta of alpha dot t. Then what is the derivative of this? That is d theta v. Derivative of this is the eta, because we already discussed in the example that this eta is the perfect differential of theta v. Okay, so eta is equal to d theta v. So this will be again d theta v. This is actually d theta v. So now this is again d theta v is again eta of alpha dot. So that will be eta of alpha dot t minus eta of alpha dot t. Okay, now you can write this is equal to 0. That means in the open interval, open set, if we consider this open set, every point of this open set we have d by dt is 0. So we can say that this is a constant function, okay, throughout this interval, or throughout these points. Okay, now we already seen that at one point this difference is 2 pi m and derivative is 0 everywhere in this domain. T naught എന്ന് പറയുന്ന പോയിന്റിന്റെ ഒരു നൈബർഹുഡിലെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സുകൾ ഒഴിവാക്കി കഴിഞ്ഞാലും ബാക്കി എല്ലായിടത്തും ഈ പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. നൗ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് phi of t minus theta v of alpha of t is nothing but 2 pi m for all t belongs to this neighborhood. I'll write it as for all t such that norm t minus t naught less than delta and t naught equal to ti. ഇവിടെയുള്ള ഇത്തരം പോയിന്റ്സുകൾ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഒഴിവാക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് phi of t minus theta v of alpha of t is equal to 2 pi m. Okay, so this implies അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് എന്ത് പറയാൻ പറ്റും, you can get a t after this t naught. T naught, then there exists t which is greater than t naught. For this t, for this particular t, we have theta of t minus theta v of alpha of t equal to 2 pi m. Okay, so ഇത് സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താണ്, phi of t എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, phi of t is the argument of something, theta of is the argument of something, so theta v of alpha of t is the argument of the same thing. Okay, now you can write, if these are the difference of these two are 2 pi m, you can write this is cos phi of t comma sin phi of t. This is nothing but alpha t divided by norm alpha of t naught, norm alpha of t which is equal to since this difference is 2 pi m, then cos of this is same as the cos of this thing. Okay, so cos of theta v of alpha of t comma sin of theta v of alpha of t. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക, ടി നോട്ട് കഴിഞ്ഞ് വരുന്ന ഒരു ടിക്കും എന്ത് കണ്ടീഷൻ ട്രൂ ആണെന്ന് പറയാൻ പറ്റും, ദിസ് ഈസ് ട്രൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് സംഭവിക്കണമെങ്കിൽ ദാറ്റ് ടി നോട്ട് മസ്റ്റ് ബി ബി. കാരണം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ ടി ഉണ്ടോ അതിൽ മാക്സിമം വരുന്ന ആളെയാണ് നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്, ടി നോട്ടായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടി നോട്ട് കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ടിക്ക് ഈ പറയുന്ന cos phi of t sin phi of t equal to alpha of t divided by norm alpha of t സംഭവിച്ചു കഴിഞ്ഞാൽ we can say that that is possible only if that t naught, that least upper bound will be this b. Okay, so നമ്മൾ ക്ലെയിം ചെയ്ത പോലെ തന്നെ we can prove that we could seen that this cos phi of t comma sin phi of t ഈ പറയുന്ന ക്വാണ്ടിറ്റീനെ നമുക്ക് എപ്പോഴും എങ്ങനെ എഴുതാൻ പറ്റും, ആൽഫ ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഓഫ് ടി. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ ടി ബിലോങ്സ് ടു എ ബി എന്ന് പറയാൻ പറ്റും. ഒരു ടി നോട്ട് വരെയുള്ള പോയിന്റിലാണ് ഇത് ഹോൾഡ് ചെയ്യാന്ന് അസ്യൂം ചെയ്താൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് എ ടി ആഫ്റ്റർ ദാറ്റ് ടി നോട്ട് ഫോർ വിച്ച് ദിസ് ഇസ് ഓൾസോ ട്രൂ. അത് സംഭവിക്കണമെങ്കിൽ ആ പറഞ്ഞ ടി നോട്ട് എന്ന് പറയുന്നത് തന്നെയായിരിക്കണം, ബി തന്നെയായിരിക്കണം. എന്ന് വെച്ചാൽ എ തുടങ്ങി ബി വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ റിസൾട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ പർട്ടിക്കുലർ ഈ പറഞ്ഞ റിസൾട്ട് എക്കും ബിക്കും ട്രൂ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് കോസ് phi of a, okay,
comma sin phi of a cos phi of a sin phi of a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? ആൽഫ ഓഫ് എ ഡിവൈഡഡ് ബൈ നോ ആൽഫ ഓഫ് എ എന്ന് എഴുതാം. ഇത് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. അല്ലെങ്കിൽ ബിയിലും എയിലും ഇത് ട്രൂ ആണെങ്കിൽ നമുക്ക് ബിയിലും ഇത് എഴുതാൻ പറ്റും. ആൽഫ ഓഫ് ബി ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് നോം ആൽഫ ഓഫ് ബി ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് phi of b, sin phi of b എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ആൽഫയുടെ പ്രത്യേകത ആൽഫ ഇസ് എ ക്ലോസ്ഡ് പാരാമെട്രിസ്റ്റിക് കർവ്. സോ that means alpha of a and alpha of b are the same. So you can get the equality from these two quantities. Then consequently you can equate this and this. Okay? So cos phi of a, cos phi of b, sin phi of a, sin phi of b എന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ that means the difference between these argument, അല്ലെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ the difference between the argument is always 2 multiple of 2 pi. Okay, so phi of a minus phi of b can be written as 2 pi k for some integer k എന്ന് വിളിക്കാം. Okay, now you observe what is phi of b minus phi of a. Once you write what is phi of t, phi of t is, by definition phi of t is phi of a plus integral alpha t this eta. Okay, so what is phi of b? Okay, or you can write this is phi of a plus integral a to t eta of alpha of t dt. So this is in fact phi of t. Now you evaluate phi of b. What is phi of b? That is phi of a plus integral a to b eta of alpha dot. This is in fact alpha dot t dt. Okay, now this implies what is integral a to b eta of alpha dot t dt. This will be difference between phi of b and phi of a. So this is phi of b minus phi of a, but we already seen that difference is always 2 pi k. So this is equal to 2 pi k for some integer k. So this proves theorem 3. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്കൊരു ഡെഫിനിഷൻ എഴുതാം. വൈൻഡിങ് നമ്പർ, the integer k of alpha that is 1 by 2 pi integral alpha eta is called the winding number. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത് what is integral over alpha eta, that will be 2 pi k. So we define this k to be the winding number of alpha. ഒരു ആൽഫയുടെ വൈൻഡിങ് നമ്പർ എന്ന് പറയണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ഈറ്റ ഡിഫൈൻ ചെയ്യുക. ഈറ്റയുടെ ഇൻ്റഗ്രൽ ഓവർ ആൽഫ എന്താണോ അതിനെ 2 പൈ വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ വൈൻഡിങ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ചാപ്റ്ററിലെ അവസാനം ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 11 കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ ഡിസ്കസ് the fourth module, that is the last module. We will start with chapter 12. Okay.